ഹലോ, ഇന്ന് വന്നിരിക്കുന്നത് ചോക്കോ ചവ്വരി കേക്കായിട്ടാണ് കേട്ടോ. അപ്പോൾ ചവ്വരി വെച്ച് കേക്ക് നിങ്ങൾ ആരെങ്കിലും ചെയ്ത് നോക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ആദ്യം തന്നെ അരക്കപ്പ് അളവിൽ ചവ്വരി എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കുക. ആ ഒരു ചവ്വരി മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളത്തിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ആ ചവ്വരി മുങ്ങിക്കിടക്കുന്ന രീതിയിൽ. അതൊന്ന് അടച്ചു വെച്ച് അരമണിക്കൂർ നമുക്കൊന്ന് സോക്ക് ചെയ്തെടുക്കാം. നല്ലതുപോലെ കുതിർന്ന് വന്നെങ്കിൽ നമ്മൾ മിക്സിയിലിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. കുതിർന്നിട്ടില്ല എങ്കിൽ പേസ്റ്റ് പോലെ അരഞ്ഞു വരില്ല. തരികളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ കുതിർന്ന് വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ കുറച്ച് നേരം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം മാത്രം അരച്ചെടുക്കുക. ഇനി വേറൊരു ബൗൾ എടുക്കുക. അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബീറ്റർ ഉപയോഗിച്ചൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നല്ല ഫ്ലഫി ആയിട്ട് ആദ്യം എടുക്കേണ്ട. നമുക്ക് ഈ മുട്ടയെല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ആ ഒരു സമയത്ത് നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അരക്കപ്പ് അളവിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു മീഡിയം മധുരമാണ് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ മധുരം വേണമെങ്കിൽ നിങ്ങളൊരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി പഞ്ചസാരയും കൂടി ഇട്ട് നല്ല ഫ്ലഫി ആയിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ കയ്യിൽ ബീറ്റർ ഇല്ല എങ്കിൽ വിസ്ക് ഉപയോഗിച്ച് ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഓയിൽ ചേർത്ത് എടുക്കണം. സൺഫ്ലവർ ഓയിലാണ്. അധികം ഒന്നും ചേർക്കുന്നില്ല. ഒരു വലിയ ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓയിലും ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഒരുപാട് നേരമൊന്നും ഇട്ടൊന്നും ബീറ്റ് ചെയ്തെടുക്കണ്ട. അതൊന്ന് മിക്സ് ആവുന്ന വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ചവ്വരിയാണ് കേട്ടോ. അതും കൂടെ ഒഴിച്ച് കൊടുക്കുക. അതും കൂടെ ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ചവ്വരിയും നമ്മുടെ മുട്ടയുടെ മിക്സും എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് യോജിച്ച് വരണം. അതിനാണ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല. ബേക്കിംഗ് പൗഡർ മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇതുപോലെ ഒരു ബീറ്റർ വേണ്ട. ഇതിന് നമ്മൾ വിസ്കോ അതല്ലെങ്കിൽ സ്പാച്ചില ഉണ്ടല്ലോ, അത് ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമുക്ക് കിട്ടേണ്ടുന്നത്. ഒരുപാട് നമുക്ക് ആ ഒരു സാധാ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ സിഗ്സാഗ് പോലെ ഇങ്ങനെ വീഴുന്ന ആ ഒരു ടൈപ്പിലല്ല, കുറച്ചൊന്ന് ലൂസി ആയിട്ടുള്ള ടൈപ്പിലാണ് നമുക്ക് കിട്ടേണ്ടുന്നത്. ഇനി നമ്മളൊരു കേക്കിൻ്റെ മോൾഡ് എടുക്കുക. അതിലേക്ക് ഓയിൽ തടവി കൊടുത്തതിന് ശേഷം കുറച്ച് കോക്കോ പൗഡർ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സംഭവം നമ്മുടെ ഒരു ചോക്കോ ചൗരി കേക്ക് എന്നല്ലേ, അപ്പോൾ ആ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയാണ്. എന്നിട്ട് നമ്മളിങ്ങനെ വിസ്ക് ഉപയോഗിച്ച് ഇങ്ങനെ ഈവനായിട്ട് ഇങ്ങനെ ഒന്ന് റൗണ്ട് ആക്കി കൊടുക്കുകയാണ്. ഒരു അവിടെ ഇവിടെയൊക്കെ ആ ഒരു ചോക്ലേറ്റിൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ്. കുറച്ച് വെളുത്ത എള്ളും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലാണ് നമുക്കുള്ള ബാറ്റർ കിട്ടേണ്ടത്. അധികം തിക്കായി പോകാൻ പാടില്ല. ഇനി ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ടും ഇതിൽ കൊക്കോ പൗഡർ ഒന്ന് വിതറിയിട്ട് പിന്നെ വിസ്ക് ഉപയോഗിച്ച് ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. ഇങ്ങനെ കുത്തി അങ്ങ് ആക്കണ്ട, ജസ്റ്റ് നമ്മളൊന്ന് പെതിയെ ഞാനിങ്ങനെ സ്പ്രെഡാക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ആ ഒരു ജസ്റ്റ് ആ ഒരു ഡിസൈൻ വരുന്നൊക്കെ രീതിയിൽ ആക്കി കൊടുക്കുക. ആക്കി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ടാപ്പ് ചെയ്യാം കേട്ടോ. എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടി ഒന്ന് ടാപ്പ് ചെയ്യാം. ടാപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ 5 മിനിറ്റ് മുമ്പേ ഒരു തവ വെച്ചിട്ടുണ്ട്, ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു തിരുവയും വെച്ച് 5 മിനിറ്റ് മുമ്പ് നല്ല ഹൈ ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ 30 മുതൽ 35 മിനിറ്റ് വരെ നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. 30 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഒന്ന് തുറന്ന് നോക്കുക. ചിലപ്പോൾ 30 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് കറക്റ്റ് ആയി കിട്ടും കേട്ടോ. അപ്പോൾ എൻ്റെ കേക്ക് ഇവിടെ 30 മിനിറ്റ് ആയപ്പോഴത്തേക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ ഒരു പപ്പടം കുത്തിയോ അല്ലെങ്കിൽ ടൂത്ത് പിക്ക് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ കുത്തി നോക്കുമ്പോൾ അവിടെ ഒന്നും ഒട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ ഡീമോൾഡ് ചെയ്തെടുത്താൽ ഇതാണ് കറക്റ്റ് ഒരു ലുക്ക് എന്ന് പറയുന്നത്. ആ ഒരു നമ്മൾ ചോക്കോ പൗഡറൊക്കെ ഇട്ട് കൊടുത്തതുകൊണ്ട് ആ ഒരു ഡിസൈൻ വന്നേക്കുന്നത്. അപ്പോൾ ഇത് കരിഞ്ഞു പോയതല്ല, ചോക്കോ പൗഡറിൻ്റെ ഇതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. ഓവർ മധുരമില്ല കേട്ടോ, ഒരു മീഡിയം ഒരു മധുരത്തിലാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.